കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം 12 സ്കന്ധം അധ്യായം 11 നമ്മൾ ശ്ലോകം 9 ചെയ്തു. അപ്പോൾ അതിൽ പറഞ്ഞത് എന്താണ് 7 ചാൺ വിരാട് പുരുഷൻ്റെ കൈകൊണ്ട് അളന്നാൽ 7 ചാണാണ് അദ്ദേഹത്തിൻ്റെ ഹോൾ ബോഡിയുടെ വലിപ്പം. അത് എന്താണ് എല്ലാ ലോകവും നിറഞ്ഞു നിൽക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു നിർത്തിയത് അല്ലേ. ഇനി അതായത് എന്താണ് സാധാരണ മനുഷ്യൻ തൻ്റെ കൈകൊണ്ട് അളവനുസരിച്ച് എപ്രകാരമാണ് 7 ചാൺ വലിപ്പമുള്ളവനാവുന്നത്, അതേപോലെ ഈ വിരാട് പുരുഷനും ഈ ലോകാവയവ കൽപ്പന കൊണ്ട് തൻ്റെ അളവനുസരിച്ച് അവനവൻ്റെ കയ്യിൻ്റെ അളവനുസരിച്ച് അത്ര തന്നെ വലിപ്പം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അത് മതി കേട്ടോ. ഇനി നമുക്ക് 10, അതായത് ഈ കൗസ്തുഭം എന്താണ്, കൗസ്തുഭത്തിൻ്റെ പിന്നിലുള്ള രഹസ്യ തത്വം എന്താണ്, അതൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇനി ഭൂഷണങ്ങളുടെ കൗസ്തുഭ വ്യപദേശേന സ്വാത്മജ്യോതിർബിഭർത്യജഃ തത്പ്രഭാവ്യാപിനി സാക്ഷാൽ ശ്രീവത്സമുരസാ വിഭുഹു. ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ബ്രഹ്മം തന്നെയാണ് ഈ ലോകം എന്ന് പറയുകയാണെങ്കിൽ. ബ്രഹ്മല്ലാണ്ട് വേറൊന്നുമില്ല. ബ്രഹ്മം തന്നെ ഈ വിശ്വാകാരം പൂണ്ട് നിൽക്കുകയാണെന്നാണല്ലോ ഇപ്പോൾ വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാലും ഇപ്പോൾ പുരുഷ സൂക്തത്തിലൊക്കെ അതാണല്ലോ പറയണത്. ബ്രഹ്മല്ലാതെ മറ്റൊന്നില്ല എന്ന് പറഞ്ഞാൽ ലോകമില്ല എന്നർത്ഥമില്ല. ബ്രഹ്മം തന്നെയാണ് വിശ്വാകാരമായി നിൽക്കുന്നത്. അതന്നെയാണ് അതിൽ പറഞ്ഞു വരണത് കേട്ടോ. അജഹ, അതായത് അതെ, അജൻ എന്ന് പറഞ്ഞാൽ അങ്ങ്, അതായത് ഭഗവാൻ, ജന്മമില്ലാത്തവൻ. കൗസ്തുഭ വ്യപദേശേന, കൗസ്തുഭം എന്ന ആ ഇതുണ്ടല്ലോ രത്നം, സ്വാത്മജ്യോതിഹി ബിഭർത്തി, അതായത് ആ ശരിക്കുള്ള ആ പരമാത്മ ചൈതന്യത്തെ ധരിക്കുന്നു. കൗസ്തുഭം എന്ന് പറഞ്ഞാൽ ആ പരമാത്മ ചൈതന്യം തന്നെയായിട്ടുള്ള ഭഗവാന്റെ ശക്തിയാണ് പരമാത്മ ചൈതന്യം. ആ ഒരു എന്താ പറയുക, ജ്ഞാനസ്വരൂപത്തെ കാണിക്കുന്ന, നിത്യാനന്ദ സ്വരൂപത്തെ കാണിക്കുന്ന ചൈതന്യം, അല്ലെങ്കിൽ നമ്മൾ പരമാത്മ ചൈതന്യം എന്ന് പറയാറുണ്ടല്ലോ. ആ പരമാത്മ ചൈതന്യമാണ് ഭഗവാന്റെ കഴുത്തിലത്തെ കൗസ്തുഭം. വ്യാപിനി യാ, അതിൻ്റെ വ്യാപിനി യാ തത് പ്രഭ, ആ കൗസ്തുഭത്തിൻ്റെ പ്രകാശം ഉണ്ടല്ലോ, ആ കൗസ്തുഭത്തിൽ നിന്നും വ്യാപിക്കുന്ന ആ പ്രകാശം ഉണ്ടല്ലോ, അത് ശ്രീവത്സം. അതിനെയാണ് നമ്മൾ താം ശ്രീവത്സം ഇതി വിഭക്തി, ശ്രീവത്സം എന്ന് പറയുന്നു, രൂപത്തിലും ധരിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പരമാത്മ ചൈതന്യത്തിനെ കൗസ്തുഭമായിട്ടും ആ കൗസ്തുഭത്തിൻ്റെ പ്രകാശത്തെ ശ്രീവത്സമായിട്ടും അങ്ങൊന്ന് ധരിക്കുന്നു എന്ന് പറയുകയാണ്. ഓരോന്നിനെയും എൻ്റെ പിന്നിലുള്ള ആ തത്വ രഹസ്യമോ പറയണതേ. കൗസ്തുഭം എന്ന് പറഞ്ഞാൽ വെറൊരു ഒരു ഒരു നമ്മളൊരു ഭൂഷണമായിട്ട് കാണുക, ഒരു ആഭരണമായിട്ട്. പക്ഷെ അതല്ല, കൗസ്തുഭം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ പരമാത്മ ചൈതന്യം തന്നെയാണ് കൗസ്തുഭം. കൗസ്തുഭം അങ്ങനെ മിന്നിത്തിളങ്ങി അതിൽ നിന്ന് വരുന്ന പ്രകാശം എന്താണ്, അതാണ് ശ്രീവത്സം ശ്രീവത്സം പ്രതിനിധീകരിക്കുന്നത് ആ കൗസ്തുഭത്തിൻ്റെ പ്രഭയെയാണ് എന്നാണ് പറഞ്ഞത്. കൗസ്തുഭം എന്താണ്, പരമാത്മ ചൈതന്യം. ആ പരമാത്മ ചൈതന്യത്തിൻ്റെ പ്രകാശത്തിനെയാണ് ശ്രീവത്സം പ്രതിനിധീകരിക്കുന്നത്. കൗസ്തുഭ വ്യപദേശേന സ്വാത്മജ്യോതിർബിഭർത്യജഃ തത്പ്രഭ വ്യാപിനി സാക്ഷോശ്രീവത്സമുരസാ വിഭുഹു. 11 സ്വമായാം വനമാലാഖ്യാം നാനാഗുണമയീം ദധദ് വാസ ഛന്ദോമയം പീതം ബ്രഹ്മസൂത്രം ത്രിവത്സ്വരം. ഇനിയെന്താ, നാനാഗുണമയി മായ. എന്താണ് മായയ്ക്ക് ത്രിഗുണം ഉണ്ടല്ലോ, സത്വരജസ്തമോ ഗുണങ്ങൾ അടങ്ങിയതല്ലേ മായ. ആ സത്വരജസ്തമങ്ങൾ ഗുണങ്ങൾ 3 തരം ഉണ്ടല്ലോ. അപ്പോൾ
അതിൽ തന്നെ സത്വരം കുറഞ്ഞത്, പിന്നെ രജോ ഗുണം കുറഞ്ഞത്, തമോ ഗുണം കുറഞ്ഞത്, സത്വഗുണം കൂടിയത്, അങ്ങനെ പല പല പലത്തിലുള്ള കോമ്പിനേഷനിലാവാം. അതുകൊണ്ടാണ് വനമാലയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. മായയിലത്തെ സത്വരജസ്തമോ ഗുണങ്ങൾ ഏറ്റക്കുറച്ചിൽ കൊണ്ട് പലതായിട്ട് ആവാലോ. അതുകൊണ്ടാണ് വനമാലയിൽ പലതരം പുഷ്പങ്ങളുണ്ട്, നല്ല പുഷ്പങ്ങളുണ്ട്, വെറുതെ കാട്ടുപൂക്കളുണ്ട്. അപ്പോൾ പൂർണ്ണ സത്വഗുണവും കുറവായതും എല്ലാതരം പുഷ്പങ്ങളുണ്ട്. അതുകൊണ്ടാണ് മായയിലത്തെ സത്വരജസ്തമോ ഗുണങ്ങളെ വനമാലയായിട്ടും ഛന്തോമയം പീതം വാസഹ, ഛന്ദസ്സിനെ പീതാംബരമായും, അതായത് വേദത്തിലത്തെ ഛന്ദസ്സിനെ, വേദത്തിനെ തന്നെ പറയാം, വേദത്തിലത്തെ മീറ്ററുകളെ പറഞ്ഞാൽ വേദത്തിനെ മഞ്ഞപ്പട്ടായും, പിന്നെയോ ഓങ്കാരത്തിന് 3 മാത്രകളാണ്, ആ ഉ മ. ആ ഓങ്കാരമാകുന്ന ആ 3 മാത്രകളോടുകൂടിയ ഓങ്കാരത്തെ പൂണുനൂലായും ഭഗവാൻ ധരിച്ചിരിക്കുന്നു അല്ലേ. ഓരോന്നിനെയും പറയുകയാണ് ഭഗവാന്റെ ഭൂഷണങ്ങൾ. അപ്പോൾ ഇതിലെന്താ പറഞ്ഞു വെച്ചാൽ മായയാണ് അങ്ങയുടെ വനമാല, ത്രിഗുണങ്ങളടങ്ങിയ മാല, അത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. പിന്നെയോ ഓങ്കാരമാണ് അങ്ങയുടെ പൂണൂല, കാരണം 3 ഇഴണ്ട്, അത് 3 മാത്രകൾ. പിന്നെ പീതാംബരം വേദം തന്നെയാണ് എന്ന്, അല്ലെങ്കിൽ ഛന്ദസ്സാണ്. സ്വമായയാം വനമാലാഖ്യം നാനാഗുണമയീം ദദത് വാസ ഛന്തോമയം പീതം ബ്രഹ്മസൂത്രം ത്രിവൃസ്വരം ബിഭർത്തി സാഖ്യം യോഗം ച ദേവോ മകരകുണ്ടലേ മൗലിം പദം പാരമേഷ്ഠ്യം സർവലോകോ ഭയങ്കരം. അല്ല, അതല്ല, എന്തോ തെറ്റുണ്ടായില്ല. ഓക്കെ, സർവലോകാഭയങ്കരം, അങ്ങനെയാണ്, ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താ പറയുക വെച്ചാൽ സാഖ്യയോഗം ഉണ്ടല്ലോ, അതായത് സാഖ്യയോഗങ്ങളാകുന്ന മകരകുണ്ടലങ്ങൾ. സാഖ്യയോഗമാണ് കപില മഹർഷിയുടെ സാഖ്യയോഗമാണ് മകരകുണ്ടലങ്ങൾ, തത്വങ്ങൾ. മകരകുണ്ടലത്തിൻ്റെ പിന്നിലുള്ള തത്വം സാഖ്യതത്വങ്ങളാണ്. വെറുതെ മകരകുണ്ടലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രഹസ്യമാണ് പറഞ്ഞത് കേട്ടോ. എന്തിൻ്റെ സിമ്പിളാണെന്നാണ് പറയണേ. അതായത് പിന്നെ മകരകുണ്ടലങ്ങൾ സാഖ്യയോഗത്തെ പ്രതിനിധീകരിക്കുന്നു, സിംബോളൈസ് ചെയ്യാണ്, അതാണ് സിംബോളിക്കാണ് എല്ലാം. അപ്പോൾ ഭഗവാന്റെ മകരകുണ്ടലങ്ങളെ എന്താണ് സാഖ്യയോഗത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെയോ സർവലോക ഭയങ്കരം പാരമേഷ്ഠ്യം പദം മൗലീം ച ബിഭർത്തി, അതായത് സർവ്വലോകങ്ങൾക്കും അഭയമായ ബ്രഹ്മലോകത്തെ കിരീടമായിട്ട് ധരിച്ചിരിക്കുന്നു. ബ്രഹ്മലോകമാണ് കിരീടം, മൗലി ച കിരീടം. അപ്പോൾ ബ്രഹ്മലോകമാണ് എല്ലാ ലോകങ്ങളുടെയും ഏറ്റവും മീതെയാണല്ലോ സത്യലോകം അല്ലെങ്കിൽ ബ്രഹ്മലോകം. ആ ബ്രഹ്മലോകമാണ് ഭഗവാന്റെ കിരീടം. ഏത്? വിരാട് പുരുഷൻ്റെ കേട്ടോ പറയണേ. വിരാട് പുരുഷൻ്റെ കിരീടമാണ്, മീൻസ് ബ്രഹ്മലോകം വെച്ചാൽ 14 ലോകം ഒന്ന് ഇറങ്ങി നിൽക്കുന്നതാണ് പറഞ്ഞുല്ലോ. അപ്പോൾ ഏറ്റവും മുകളിലുള്ള ലോകമല്ലേ ശിരസ്. ആ ശിരസിലത്തെ അതിൻ്റെ മുകളിൽ, ശിരസിൻ്റെ മുകളിലുള്ള കിരീടമാണ് ബ്രഹ്മലോകം. അത് നമുക്ക് മനസ്സിലാക്കാം. ഇനി ബിഭർത്തി സാഖ്യം യോഗം ച ദേവോ മകരകുണ്ടലേ മൗലിം പദം പാരമേഷ്ഠ്യം സർവലോകഭയങ്കരം. ഇനി അവ്യാകൃതമനന്താഖ്യമാസനം തത് യദധിഷ്ഠിതഃ ധർമ്മജ്ഞാനാദിഭിർയുക്തം സത്വം പത്മമിഹോച്യത്തെ. അതായത് യദധിഷ്ഠിതഃ തദ് അനന്താഖ്യം ആസനം അവ്യാകൃതം. അങ്ങെപ്പോഴും ശയനം ചെയ്യുന്നല്ലോ. ആ അനന്തൻ എന്ന ആ ഒരു അങ്ങയുടെ ഇരിപ്പിടം എന്താണ്? ഈ അങ്ങയുടെ ഇരിപ്പിടം അവ്യാകൃതം എന്ന് പറഞ്ഞു. അതായത് മായാന്നോ എന്താ പറയേണ്ടത്, പ്രധാനം എന്നോ ഒക്കെയാണ് അതിന് പേര് പറയണത്. ഇപ്പം ഇവിടെ പ്രധാനം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മായ തന്നെയാണ് അവ്യാകൃതം ശരിക്ക്. ഭഗവാൻ എന്താണ് ഈ ഇപ്പോൾ വിരാട് സ്വരൂപനായിട്ട് വിളങ്ങുന്നുണ്ടല്ലോ, അത് അവ്യാകൃതം എന്ന് പേരായ ആ തത്വത്തിനെയാണ് സൂചിപ്പിക്കണമെന്ന് പറയാണ്. അതായത് ഭഗവാന്റെ ഭഗവാൻ കിടക്കണ ഒരു കിടക്കയാണല്ലോ ആദിശേഷൻ. ഭഗവാന്റെ ആ ശയനം
പിന്നെ ശയിക്കാനുള്ള ആ കിടക്കെ ആദിശേഷനെന്ന് കൽപ്പിച്ചിരിക്കുന്നത് ആ അവ്യാകൃതം ആസനത്തിൽ ഉള്ള പിന്നെ ആ അതായത് ഇപ്പം ഈ ഒരു ഇതിൽ പറയാമെന്ന് വെച്ചാൽ പിന്നെ എന്താണ് അങ്ങ് എപ്പോഴും സ്ഥിതി ചെയ്യുന്ന അനന്തൻ എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള ആസനം ആണ് അവ്യാകൃതം അല്ലെങ്കിൽ പ്രധാനം എന്ന് പറയണത്. ധർമ്മജ്ഞാനാദിഭി യുക്തം സത്വം ഇഹ പത്മമുച്യത്തെ. ധർമ്മം ജ്ഞാനം മുതലായിട്ടുള്ള പിന്നെ സത്വഗുണത്തിനെയാണ് അങ്ങയുടെ കയ്യിലുള്ള പത്മമായിട്ട് കാണുന്നത്. അതായത് പിന്നെ എന്താണ് ധർമ്മം ജ്ഞാനം അല്ലേ, ധർമ്മം ജ്ഞാനം വൈരാഗ്യം ഐശ്വര്യം ഭഗങ്ങൾ, ധർമ്മം ജ്ഞാനം വൈരാഗ്യം ഐശ്വര്യം ശ്രീ യശസ്, അങ്ങനെ നല്ല നല്ല ഗുണങ്ങളൊക്കെ സത്വഗുണത്തെ തന്നെയാണ്. അതായത് സത്വഗുണപ്രധാനികൾക്കാണല്ലോ ഇതൊക്കെ ഉണ്ടാവുക, ഈ ഐശ്വര്യങ്ങളും ഗുണങ്ങളും ഒക്കെ. അപ്പോൾ നമുക്ക് ചുരുക്കി പറയാച്ചാൽ സത്വഗുണത്തിനെയാണ് ഭഗവാന്റെ കൈ. ഭഗവാൻ പൂർണ്ണ സത്വഗുണസ്വരൂപിയാണല്ലോ. അപ്പോൾ സത്വഗുണത്തിനെയാണ് കയ്യിലത്തെ പത്മം പ്രതിനിധീകരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. പിന്നെ അനന്തൻ എന്നുള്ള ആ ആസനം പിന്നെ അവ്യാകൃതം എന്നുവെച്ചാൽ പ്രധാനം എന്നും പറയുന്നുണ്ട്. അതായത് മായയുടെ ഒക്കെ തന്നെയായിട്ടാണ് പറയണത് കേട്ടോ എന്നാണ് പറയണമെന്നാണ് പറയണത്, പ്രധാനമാണെന്നാണ്. അതായത് ഭഗവാൻ ലോകരൂപേണ വിളങ്ങുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന്. അപ്പോൾ ആ ഭഗവാൻ ലോകരൂപേണ വിളങ്ങുന്നതിന് ഉപാധിയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു മായയുടെ വിദ്യാസ്വരൂപമാണ് അനന്തൻ എന്ന് പറയാം. മായയ്ക്ക് അത് ശരിക്കും പറയാച്ചാൽ നമ്മളിതിന് മുമ്പൊന്ന് വന്നു അതാട്ടോ. എന്താ അറിയോ, മായയ്ക്ക് രണ്ട് ഇതുണ്ടല്ലോ. ഒന്ന് വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായ, രണ്ടാമത്തെ അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായ. അപ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇപ്പം അതായത് പരബ്രഹ്മം ഇതിനൊക്കെ മീതെയാണ്, ഈ മായയ്ക്ക് മുഴുവൻ മീതെയാണ്. പക്ഷേ മായയിലേക്ക് ഇറങ്ങി വരുന്നുണ്ടല്ലോ, ലോകരൂപമായിട്ട് വിളങ്ങുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഈ വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയെ സ്വീകരിക്കുകയാണ്. നമ്മളെപ്പോലെയല്ല, നമ്മൾ മനുഷ്യന്മാരെ അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവിദ്യ അജ്ഞാനമുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളെ ആത്മാവാന്നുള്ള ബോധം ഉദിക്കണില്ല. നമ്മളെപ്പോഴും ദേഹാഭിമാനം ഉണ്ട് അവിദ്യ കൊണ്ടേ. അപ്പോൾ അവിദ്യയിലാണ് നമ്മുടെ അവിദ്യയാകുന്ന ഉപാധിയാണ് നമ്മളെ സ്വീകരിച്ചിരിക്കുന്നത് മനുഷ്യൻ. പക്ഷെ ഭഗവാൻ ഈശ്വരൻ എന്ന് പറയുമല്ലോ നമ്മൾ, അതായത് ബ്രഹ്മല്ല. ഈ ഭൂമിയിൽ വന്ന് അവതരിക്കണമെങ്കിൽ ലിമിറ്റേഷൻ എടുക്കണേ. പക്ഷേ ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്ന ലിമിറ്റേഷൻ വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയാണ്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഭഗവാന് ഞാൻ ബ്രഹ്മാണെന്ന് അറിഞ്ഞും കൊണ്ടാണ്. അവിദ്യയില്ല, വിദ്യയാണ്, മായയുടെ ഉള്ളിലാണ്. പക്ഷേ അവിദ്യയില്ല. പൂർണ്ണജ്ഞാനത്തോട് കൂടിയിട്ട് ഈ വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയുടെ ആ ഉപാധി സ്വീകരിച്ചിരിക്കുകയാണ്. അതിനാണ് വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയാണ് ഇവിടെ അവ്യാകൃതം എന്ന് പറയണത്. അതാണ് അനന്തൻ പാമ്പ് പ്രതിനിധീകരിക്കുന്നത് എന്ന്. ഭഗവാന് ലോകത്തിലേക്ക് ഇറങ്ങി വരണം വെച്ചാൽ മായയിലേക്ക് വന്നാലേ, മായ കൊണ്ടാണല്ലോ ലോകം. അപ്പം മായയുടെ ഒരു ഉപാധി സ്വീകരിക്കാതെ പറ്റില്ല. അപ്പം നമ്മളെപ്പോലെ അജ്ഞാനമില്ല, വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയാകുന്ന ഉപാധിയെ സ്വീകരിച്ചു. അപ്പോൾ ഇവിടെ അനന്തൻ പാമ്പ് വിദ്യാസ്വരൂപിണിയായിട്ടുള്ള ആ മായ, അതിനെ തന്നെയാണ് അവ്യാകൃതം പ്രധാനം എന്നൊക്കെ പറയണം കേട്ടോ. അതാണ് ഇതിൽ പറഞ്ഞത്. പിന്നെ എന്താണ് പറഞ്ഞു വെച്ചാൽ ഈ സത്വഗുണം ഭഗവാന്റെ കയ്യിലത്തെ പത്മം എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ അങ്ങനെ വിദ്യാസ്വരൂപിണി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് അത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് പറയാൻ കേട്ടോ. അതായത് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചു വെച്ചാലും അജ്ഞാനമില്ല, വിദ്യയോട് കൂടിയിട്ടാണ്. അതാണ് വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലാണ് ഭഗവാന്റെ റിഫ്ലക്ഷൻ, അല്ല ബ്രഹ്മത്തിൻ്റെ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലത്തെ റിഫ്ലക്ഷനാണ് ആര്? ഈശ്വരൻ. ബ്രഹ്മത്തിൻ്റെ വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലത്തെ പ്രതിബിംബമാണ് ഈശ്വരൻ. ബ്രഹ്മത്തിൻ്റെ അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലത്തെ പ്രതിബിംബങ്ങളാണ് നമ്മളൊക്കെ, അവിദ്യയുള്ളവരൊക്കെ. ബ്രഹ്മജ്ഞാനികൾ ഭഗവാനെ പോലെ തന്നെ.
ജ്ഞാനം ഉദിക്കാത്തവരൊക്കെ പരബ്രഹ്മത്തിൻ്റെ അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലത്തെ പ്രതിബിംബങ്ങളാണ്. പക്ഷെ ഈശ്വരൻ പരബ്രഹ്മത്തിൻ്റെ വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലത്തെയാണ്. അപ്പോൾ ഇവിടെ വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയാണ് അവ്യാകൃതം എന്ന് പറയുന്നത്. അത് അനന്തൻ പാമ്പാണ് ആ വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയെ അല്ലെങ്കിൽ അവ്യാകൃതത്തിനെ അഥവാ പ്രധാനത്തിനെ പ്രതിനിധീകരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഇനി അപ്പം അത് കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് അവ്യാകൃതമനന്താഖ്യമാസനം യദധിഷ്ഠിത ധർമ്മജ്ഞാനാദിഭിർയുക്തം സത്വം പത്മമിഹോച്യത്തെ ഓജസ്സഹോബലയുതം മുഖ്യതത്വം ഗദാം ദധത് അപാം തത്വം ധരവരം തേജസ്തത്വം സുദർശനം. ഇനി ബാക്കി ആയുധങ്ങളൊക്കെ പറയണ്ട കേട്ടോ. ഓജ സഹോബലയുതം എന്താ അറിയോ, അങ്ങ് ഇന്ദ്രിയശക്തി, മനഃശക്തി, ദേഹശക്തി ഇതിൻ്റെയൊക്കെ സ്വരൂപവും പ്രാണൻ്റെ തത്വവുമായ ഗത അതാണിപ്പോൾ ഇതിൽ പറഞ്ഞത്. അതായത് പിന്നെ മുഖ്യതത്വം എന്ന് പറയണത് എന്താ വെച്ചാൽ ഓജസ്, മുഖ്യതത്വം എന്ന് പറയണത് തന്നെ എന്താ വെച്ചാൽ പിന്നെ ഓജസ്, മനഃശക്തി, ദേഹശക്തി ഇതിനൊക്കെയാണ് ഇത്ര പറയണത്. ഇപ്പോൾ ഓജസ് സഹിക്കാനുള്ള ശക്തി, ബലം, ഇതിനൊക്കെ ഇരിപ്പിടമായിട്ടുള്ള എന്താണ് പ്രാണനെയാണ് ഗതയായിട്ട് പറയുന്നത്. അതായത് പ്രാണനില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ. പ്രാണനാണ് ശരിക്കും പറയാച്ചാൽ എല്ലാ ശക്തിയും. അങ്ങനത്തെ പ്രാണനെയാണ് ഗത പ്രതിനിധാനം ചെയ്യുന്നത് എന്ന്. അതല്ലേ അത്ഭുതം. ഈ ഓജസ്, ബലം ഇതിൻ്റെ ഒക്കെ ഇരിപ്പിടമായിട്ടുള്ള, അതായത് മുഖ്യതത്വം എന്നാണ് അതിനെ പറയുക. അതായത് നമുക്ക് ജീവിക്കണമെങ്കിലുള്ള എല്ലാ ശക്തികളും ഉള്ളതിനെയാണ് മുഖ്യതത്വം എന്ന് പറയുന്നത്. ആ മുഖ്യതത്വം എന്തിലാണ് ഇരിക്കണത്? പ്രാണനിലാണ് അല്ലേ? പ്രാണൻ പോയാൽ എല്ലാം പോയില്ലേ? ആ പ്രാണനാണ് ഏറ്റവും മുഖ്യമായ തത്വം. ആ ഏറ്റവും മുഖ്യമായ തത്വമായ നമ്മുടെ എല്ലാ ശക്തിയുടെയും ഇരിപ്പിടമായിട്ടുള്ള ആ പ്രാണനാണ് ഗത പ്രതിനിധാനം ചെയ്യുന്നത്. പിന്നെയോ പിന്നെന്താണെന്ന് വെച്ചാൽ അതെ പിന്നെയോ അപാം തത്വം ധരവരം. ജലതത്വം എന്താണ്? ഭഗവാന്റെ പാഞ്ചജന്യം ജലതത്വം. പിന്നെയോ ഈ തേജസ് തത്വം, അതായത് അഗ്നിതത്വം സുദർശനം ആണ്. അതും കൂടി ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് എന്താ പറഞ്ഞ പ്രാണൻ ഗത, പിന്നെ ജലതത്വം ശംഖ, പാഞ്ചജന്യം എന്നുള്ള ശംഖ. പിന്നെയോ തേജസ്, അതായത് അഗ്നിതത്വം, അത് അങ്ങയുടെ സുദർശനവും. അതാണ് അപ്പോൾ അതിൽ പറഞ്ഞത്. ഓർമ്മിക്കാൻ സാധിക്കില്ല, എന്നാലും നമുക്ക് വായിച്ചു പോവാം. ഓജസ്സഹോ ബലയുതം മുഖ്യതത്വം ഗദാം ദധത് അപാം തത്വം ധരവരം തേജസ് തത്വം സുദർശനം. അപ്പോൾ ഇതൊക്കെ എന്താ അറിയോ, എല്ലാം സിംബോളിക്കാണ്. ഇപ്പോൾ സുദർശന ചക്രം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളൊരു ചക്രമായിട്ട് കാണുന്നുണ്ടെങ്കിലും അതെന്താ വെച്ചാൽ അത് പിന്നെ ഭഗവാന്റെ തേജസ് ശക്തിയാണത്. അഗ്നി പോലെ, അതാണല്ലോ പറയൂലോ, അത്ര ചൂടാണ്. എന്താണ് ഈ ദുർവാസാവിൻ്റെ പിന്നാലൊക്കെ പോയപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ. അപ്പോൾ ഭഗവാന്റെ തേജസ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഓരോ ശക്തികൾ ഓരോ ആയുധത്തിൽ അടങ്ങിയിരിക്കുകയാണ്. അതാണ് പറയണത്. നഭോനിഭം. ഇനി നഭോനിഭം സ്നഭസ്തത്വമസിം ചർമ്മതമോമയം കാലരൂപം ധനുശാർഗം തഥാ കർമ്മമയേഷുധീം. നഭോനിഭം നഭസ്തത്വം, അതായത് അങ്ങ് ഈ ആകാശം പോലെ നിർമ്മലവും നഭസ്തത്വവുമായ വാളും, അങ്ങനെ ഒരു വാളുണ്ടല്ലോ, അഷ്ടഭുജമുള്ള വിഷ്ണു ആകുമ്പോൾ വാളൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങയുടെ കയ്യിലുള്ള വാളെന്താണ്? നഭസിൻ്റെ ആകാശത്തിൻ്റെ തത്വം, അതായത് നിർമ്മലമായ
അങ്ങ് അങ്ങ് പിന്നെ ആകാശം പോലെ നിർമ്മലാണ്. ആ ആകാശത്തിൻ്റെ തത്വം ആണ് അങ്ങയുടെ കയ്യിലുള്ള വാള് പ്രതിനിധാനം ചെയ്യുന്നത്. പിന്നെയോ തമസ്സാകുന്ന പരിചയും, തമോമയം ചർമ്മ, തമസ്സാണ് പരിച. പിന്നെയോ കാലരൂപമായ ശാർങ്കം എന്ന വില്ലും. കാലസ്വരൂപനെ കാലത്തിനെയാണ് കാണിക്കണ ശാർങ്കം. കാലസ്വരൂപനാണല്ലോ ഭഗവാൻ. അപ്പോൾ ആ കാലത്തിനെ പ്രതിനിധീകരിക്കുന്നതാണ് ശാർങ്കം എന്ന വില്ല്. പിന്നെയോ ആ വില്ല് എവിടെ വെച്ചിരിക്കണ ആവനാഴി? കർമ്മമയമായ ആവനാഴിയും. കർമ്മമയമായിട്ടുള്ള ആവനാഴിയാണ് ഇത്. അതായത് നിർമ്മലമായിട്ടുള്ള ആകാശത്തെ ഖൽഗം പ്രതിനിധീകരിക്കുന്നു. പിന്നെയോ തമോ ഗുണത്താണ് ഭഗവാന്റെ കയ്യിലത്തെ പരിച. വാളും പരിചയുണ്ടല്ലോ. വാള് നിർമ്മലമായ ആകാശം, പരിച തമസ്. പിന്നെയോ കാലം എന്ന ശക്തി. കാലശക്തി എന്താണ്? ശാർങ്കം എന്ന പേരായിട്ടുള്ള വില്ല്. കർമ്മശക്തി ആ വില്ലിട്ട് വയ്ക്കുന്ന ആവനാഴി എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഒരു ശ്ലോകം കൂടിയും ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കണു. അതെ, 15 വായിച്ചിട്ട്. നഭോനിഭം നഭസ്തത്വമസിം ചർമ്മ തമോമയം കാലരൂപം ധനുശാർങ്കം തഥാ കർമ്മമയേഷു ധീം. ആക്ച്വലി നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഈ വിരാട് സ്വരൂപ വർണ്ണത്തിന് അത് പറഞ്ഞിട്ടില്ല അല്ലേ? ആയുധങ്ങളൊന്നും പറഞ്ഞതായിട്ട് ഓർമ്മയില്ല എനിക്ക്. എന്തായാലും 16. ഇന്ദ്രിയാണി ശരാനാഹുരാകൂതീരസ്യ സ്യന്ദനം തന്മാത്രാണ്യസ്യാഭിവ്യക്തിം മുദ്രയാർത്ഥക്രിയാത്മതാം. ഇനി എന്താ പറയുക വെച്ചാൽ ഇന്ദ്രിയങ്ങളെ ശരാൻ ആഹു, ശരങ്ങളെന്ന് പറയുന്നു. ഇപ്പം ശരങ്ങൾ പറഞ്ഞില്ല, നമ്മൾ വില്ലും ആവനാഴിയെ പറഞ്ഞുള്ളൂ. ശരങ്ങൾ വെക്കണതാണല്ലോ ആവനാഴി. വില്ല് പറഞ്ഞു, നമ്മൾ വില്ല് കാലതത്വമാണെന്ന് പറഞ്ഞു. പിന്നെ ആവനാഴി പറഞ്ഞു കർമ്മശക്തിയാണെന്ന്. ഇനി എന്താ ശരങ്ങൾ? ഇന്ദ്രിയങ്ങൾ. അസ്യ ആകൂതീഹി, ഇവൻ്റെ ക്രിയാശക്തികളെ സ്യന്ദനം ആഹു, തേര എന്ന് പറയുന്നു. ഭഗവാന്റെ ക്രിയാശക്തി തേര. തന്മാത്രാണി, തന്മാത്രകളെ അസ്യ അഭിവ്യക്തിം ആഹു, തേരിൻ്റെ അഭിവ്യക്തി എന്ന് പറയുന്നു. തേരിൻ്റെ പുറത്തേക്കുള്ള പ്രകാശമാണത്രേ. ഏത്? തേരിൻ്റെ പുറത്തേക്കുള്ള പ്രകാശമാണ് പിന്നെ തന്മാത്രകൾ. മനസ്സിലായി? ഏത്? പഞ്ചതന്മാത്രകളെ. അതായത് പിന്നെ ശബ്ദസ്പർശ രൂപരസഗന്ധാണല്ലോ തന്മാത്ര. അത് ഈ തേരിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശാത്രേ. അതാണ് അഭിവ്യക്തി എന്ന്, ബാഹ്യരൂപം എന്ന് പറയപ്പെടുന്നു. മുദ്ര കൊണ്ട് അർത്ഥക്രിയാത്മത, അർത്ഥക്രിയാഭാവത്തെ വഹിക്കുന്നു. അതായത് മുദ്രകൾ കൊണ്ട് അങ്ങ്, അതായത് അഭയം ഒക്കെ കാണിക്കണം മുദ്ര. അതാണ് അഭയമുദ്ര. എല്ലാവർക്കും അഭയം കൊടുക്കുന്നത് കാണിക്കുന്നു. അപ്പോൾ ഇതിൽ എന്താ പറയുക വെച്ചാൽ ഇന്ദ്രിയങ്ങളെ ശരങ്ങളായും ക്രിയാശക്തിയെ ഭഗവാന്റെ തേരായും തന്മാത്രകളെ തേരിൻ്റെ പുറത്തേക്കുള്ള പ്രകാശമായും, പുറത്ത് കാണുന്ന പ്രകാശമായും, മുദ്രകളെ അഭയമരുന്ന ഒരു ഭഗവാനാണെന്നും കാണിക്കുന്നു. മുദ്ര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അഭയം കൊടുക്കുന്ന ആളാണെന്നും കാണിക്കണമെന്ന്. ഇന്ദ്രിയാണി ശരാനാഹുരാകൂതീരസ്യ സ്യന്ദനം തന്മാത്രാണ്യസ്യാഭിവ്യക്തിം മുദ്രയാർത്ഥക്രിയാത്മനാം. ഇത് പറഞ്ഞു പോവന്നെ വേണ്ടൂ, കാരണം ഓർമ്മിക്കൊന്നുമില്ല നമ്മൾ. ഇനി 17. മണ്ഡലം ദേവയജനം ദീക്ഷാ സംസ്കാര ആത്മനഃ പരിചര്യ ഭഗവത ആത്മനോ ദുരിതക്ഷയ. ഇനി എന്താ അറിയോ? ദേവയജനം മണ്ഡലം, അതായത് പിന്നെ പൂജാസ്ഥാനം സൂര്യമണ്ഡലമായിട്ട് നമ്മൾ പൂജ ചെയ്യുമ്പോൾ സൂര്യമണ്ഡലമായിട്ട് ധ്യാനിക്കണം. ദീക്ഷ ആത്മനഃ സംസ്കാര, ഗുരുവിൽ നിന്ന് നമുക്ക് ലഭിച്ച മന്ത്രദീക്ഷയാണ് ഏത്? പൂജ ചെയ്യാൻ എനിക്കുള്ള യോഗ്യത ഏതാണ്? അർഹനാവണത്. പൂജ ചെയ്യാൻ എപ്പോഴാണ് അർഹനാവണത്? ഗുരുവിൽ നിന്ന്. ഒരു ഗുരുവിൻ്റെ മന്ത്രദീക്ഷ കിട്ടിയാൽ നമുക്ക് പിന്നെ പൂജിക്കാം. ഭഗവത പരിചര്യ ആത്മനോ ദുരിതക്ഷയ, അതായത് ഭഗവാനെ പൂജിക്കൽ തന്നെയാണ് നമ്മുടെ
എല്ലാ ദുരിതങ്ങളും ക്ഷയിക്കാനുള്ള ഏകമാർഗം. അതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. 17 എന്തറിയോ, ദേവപൂജ ചെയ്യുന്ന ആ സ്ഥലത്തിനെ സൂര്യമണ്ഡലമായിട്ട് നമ്മൾ കാണണം. പിന്നെയോ ഈ പൂജ ചെയ്യുന്ന ആ ആൾക്ക് ഗുരു മന്ത്രദീക്ഷ കൊടുത്താൽ അയാൾക്ക് പൂജ ചെയ്യാനുള്ള അർഹത ഉണ്ടെന്ന് നമുക്ക് തീർച്ചയാക്കാം. പിന്നെ ഭഗവാന്റെ പാദത്തിൽ അല്ലെങ്കിൽ ഭഗവാന് ചെയ്യുന്ന ആരാധന തന്നെയാണ് നമ്മളെ ദുരിതക്ഷയത്തിന് ഒരേ ഒരു വഴി എന്ന് വിചാരിക്കണം നമ്മൾ പൂജിക്കുമ്പോൾ. അതായത് നമ്മൾ സൂര്യമണ്ഡലത്തിൽ നിൽക്കുന്ന ഭഗവാനാണ് വിചാരിക്കണം ആ ദേവസ്ഥാനം ഏതായാലും. പിന്നെ നമുക്ക് ഏത് ഗുരുവാണെങ്കിലും ആരാണ് നമുക്കൊരു മന്ത്രം പറഞ്ഞതെന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് പൂജ ചെയ്യാൻ ഞാൻ അർഹനായി എന്ന് വിശ്വസിക്കണം. എന്നിട്ട് എൻ്റെ ദുരിതക്ഷയങ്ങൾക്ക് ഭഗവാനെ ആരാധിക്കൽ മാത്രമേ ഒരു വഴിയുള്ളൂ എന്ന് തന്നെ വിശ്വസിച്ച് ആരാധിക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ ഇതിൽ. അപ്പം നമുക്ക് മണ്ഡലോ ദേവയജനം ദീക്ഷാ സംസ്കാര ആത്മനഃ പരിചര്യ ഭഗവത ആത്മനോ ദുരിതക്ഷയ. ശ്രീകൃഷ്ണ ഇവിടെ നിർത്താട്ടോ 17 കഴിഞ്ഞിട്ട്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.